ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് ചിക്കൻ വെച്ചിട്ട് അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മളിന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു തലയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഇതിന് വേണ്ടി എടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ളത് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആദ്യം ഇതിലേക്കൊരു 3 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ 2 പീസ് കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഒരു ഇത്തിരി അറബിക് മസാല ഏതെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. മന്തിയുടെ കപ്സയുടെ ഏതെങ്കിലും മസാല ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി പുതിനയിലും എല്ലാം 1 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു ചിക്കൻ ക്യൂബ് എടുക്കുന്നുണ്ട് കേട്ടോ. മാഗിയുടെ ഒരു സ്റ്റോക്ക് എടുത്തൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു പകുതി മതിയാവും കേട്ടോ. ക്യാപ്സിക്കം നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വലുതാവണ്ട, കാരണം ചെമ്മീനും കൂടെ ആയതുകൊണ്ട് കൂടുതൽ സമയത്ത് വേവിക്കാനൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്തിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു മാഗി ക്യൂബൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ, ആ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി കൂടെ വേണ്ടി വരും. അപ്പോൾ അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗാർലിക് പൗഡർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ പൗഡർ ഇട്ട്, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ നമ്മൾ പൊടി വാങ്ങിക്കില്ലേ, അത് കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. പിന്നെ കളർ താല്പര്യം ഉണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ അതും കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി സമയം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിൽ വെക്കാം. ഈ സമയത്ത് തന്നെ അപ്പോൾ അരിയും ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന റൈസല്ല, കപ്സയ്ക്ക് മന്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുക. മാക്സിമം ഒരു 1 മണിക്കൂറൊക്കെ മതിയാവും. ഒരു 3/4 to 1 മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീൻ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഓയിലും കാര്യങ്ങളൊന്നും ഇനി ചേർക്കാനില്ല, എല്ലാം നമ്മൾ ആദ്യം തന്നെ ചേർത്തതാണല്ലോ. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആക്കിയിട്ട്, നമ്മൾ ചിക്കനും ബീഫിൻ്റെ ഒന്നും ആ ഒരു വേവും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് നോക്കുക. അപ്പോൾ അത്യാവശ്യം അതിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇത് അടച്ച് വെക്കണ്ട കേട്ടോ, കാരണം ആ ഒരു ഗ്രേവിയൊക്കെ ചെമ്മീനിലേക്കൊന്ന് വറ്റി പിടിച്ച് കിട്ടിയാൽ മതി. കാരണം ചെമ്മീൻ അത്രയ്ക്ക് വേവല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ക്യാപ്സിക്കൊക്കെ അത്ര പൊടിയായിട്ട് അരിയണം എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വെന്തിട്ട് നല്ല ഫ്രൈ ആയി വരുന്ന പോലെ അതിനോട് യോജിച്ച് കിട്ടില്ല. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് പോകുന്നതും കൊണ്ട്. അപ്പം ഇതൊരു സൈഡിൽ ഒരു അടുപ്പിൽ വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറും റെഡിയാക്കാം. ചോറിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട്. കറക്റ്റ് അളവിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിലേക്കും ഒരു 3 ഏലക്ക, 3-4 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ആ ഉണക്കനാരങ്ങ ഇടുന്ന സമയത്ത് ഒന്ന് കുത്തിയിട്ട് ഇടുകയാണ് നന്നായിരിക്കും കേട്ടോ. ആ ഒരു പുളി കറക്റ്റ് ഇറങ്ങിക്കോളും. പിന്നെ ആ ഒരു വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി കപ്സ മസാല, കൂടുതൽ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ, ആ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ എന്തായാലും കൂടില്ല, കാരണം നമ്മളത് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാകത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഏകദേശം 1 മണിക്കൂർ കുതിർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല മയത്തിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചെമ്മീനൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ കറക്റ്റ് നല്ല സെറ്റായിട്ട് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഇതിൽ ഓയിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മന്തി റെഡിയാക്കി വരുന്ന സമയത്ത് ചോറിൽ നമ്മൾ ഓയിൽ കാര്യമായിട്ട് എടുക്കുന്നില്ലല്ലോ. അപ്പം ഈ ഒരു മസാലയത്തെ ഓയിൽ വേണം അതിൽ എണ്ണ മിക്സായി വരണം. അപ്പോൾ പാകത്തിനുള്ളത് 1-2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അതുകൂടെ അങ്ങ് വറ്റിച്ച് വെച്ചാൽ മതിയാകും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് അടച്ചിട്ടൊരു സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഓവറായിട്ട് ചെമ്മീൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരുപാട് വെന്തുടയേണ്ട, എന്നാൽ തീരെ വേവില്ലാതെ ആവും വേണ്ട. കാരണം ഒരുപാട് സമയം ദമ്മിലിട്ടിട്ട് നമ്മൾ കുക്കർ മന്തിയൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പാകത്തിനുള്ളൊരു വേവായിക്കോട്ടെ കേട്ടോ. തീരെ വേവാവാതെ ആവേണ്ട, പാകത്തിനാവുന്ന സമയത്ത് ഊറ്റിയെടുക്കാം.
പിന്നെ നമ്മൾ ചോറിങ്ങനെ ഊറ്റിയെടുത്തിട്ട് കുറേ സമയം വേറെ വെക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു റെഡിയാക്കിയിട്ടുള്ള മസാലേൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളമയത്തോട് കൊടുത്ത് ചെറിയൊരു വെള്ളമയം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞെടുക്കുമ്പോഴേക്കും മുഴുവനായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഊറ്റിയെടുത്തതിന് ശേഷം വേഗം തന്നെ ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ചോറിൻ്റെ മേലേക്ക് ഒരു 2-3 പീസ് ചെറിയ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ പാത്രത്തിലേക്ക് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി ഒലിവ് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കും. ഇതുപോലെ പുക വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇതിവിടെ ഇരുന്നോട്ടെ. അപ്പോഴാണ് ആ ഒരു ചെമ്മീനൊന്ന് ചൂടായിട്ട് അതിൻ്റെ ആവി ഇങ്ങനെ കീറുമ്പം ആ ഒരു റൈസിലേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും കറക്റ്റ് സെറ്റായിട്ടുണ്ടാവുക. ഇനി മൊത്തത്തിൽ നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം അങ്ങ് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ അളവിലല്ല നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ഇതുപോലെ കുടഞ്ഞെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ആ ഒരു ചെമ്മീനിലുള്ള മസാലയും കാര്യങ്ങളും ചോറിലേക്ക് മുഴുവനായിട്ട് പിടിച്ച് കിട്ടണം. അതിലുള്ള ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു റൈസിലേക്ക് ശരിക്കും പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. എപ്പോഴും മന്തിയൊക്കെ ആകുമ്പം ഇതുപോലത്തെ റൈസ് ആകുന്ന സമയത്ത് ആ ചൂടിൽ കഴിക്കുമ്പോഴാണ് നല്ല മയവും സോഫ്റ്റും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്നങ്ങ് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ചൂടാക്കാതെ എടുക്കരുത് കേട്ടോ. ഇങ്ങനെ ആവുന്ന സമയത്ത് അവർ എണ്ണമയവും കാര്യവും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ചെമ്മീൻ, കുറച്ച് വലിയ ചെമ്മീൻ 3-4 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കളർഫുൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ പരിപാടി. കൂടുതൽ നമ്മൾ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടാണല്ലോ മന്തി ഉണ്ടാക്കില്ല. അപ്പം അതൊന്നും പറ്റാതെ ഫിഷ് ഐറ്റംസൊക്കെ പറ്റുന്നവർക്ക്, ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് നല്ലൊരു അടിപൊളി മുളക് ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം എരിവും പുളിയും മധുരമൊക്കെ ഉള്ളൊരു മുളക് ചമ്മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വൈറ്റ് തൂമും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൂമിൻ്റെ ഒക്കെ റെസിപ്പി കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് 2 വെറൈറ്റി ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന മന്തിയൊക്കെ ഉണ്ട്. പിന്നെ ബീഫ് മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്